ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ബോയിൽഡ് ഗ്രീൻ ബീൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ബോയിൽഡ് ഗ്രീൻ ബീൻസ് നമുക്ക് സ്റ്റാർട്ടറായിട്ടും ഉപയോഗിക്കാൻ പറ്റും, സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റും. അല്ല, ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കിതൊരു ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റും. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഞാനിവിടെ 250 ഗ്രാം ഫ്രഞ്ച് ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാം. സൈഡ് ഞാൻ രണ്ട് എൻഡിലും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്ക് 1/4 കപ്പിലും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫ്രഞ്ച് ബീൻസിന് അധികം വേവൊന്നുമില്ല, മാക്സിമം ഒരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. അത് ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് ബോയിലായി കഴിയുമ്പോൾ ഒരിക്കലും ഇത് ഒരു സോഫ്റ്റ് സോഗിയായിട്ടല്ല ഇരിക്കുക. നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ഇത് ക്രഞ്ചി ആയിട്ടായിരിക്കും ഇരിക്കുക. അത് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാകും. ഒരു 2 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കടിച്ച് നോക്കുവാണെങ്കിൽ ഒരു റോ ടേസ്റ്റ് കാണും അതിൽ. എന്നാലൊരു 3 to 5 മിനിറ്റ്സിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് കഴിച്ച് നോക്കുവാണെങ്കിൽ അത് ക്രഞ്ചിയുമാണ്, എന്നാലത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ, ഈ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് വരും. നമ്മൾ മുന്നേ കുക്ക് ചെയ്യുന്നതിന് മുമ്പത്തേതിലും വളരെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടാണ് ഇത് വരിക. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ബീൻസൊക്കെ നന്നായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ നമുക്കിപ്പോഴും ആ പാത്രത്തിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട്, മൊത്തം വറ്റിപ്പോയിട്ടില്ല. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിഞ്ഞ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറണം. നമ്മളുടെ ഈ ബോയിൽഡ് ഗ്രീൻ ബീൻസിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ്. അപ്പം വെളുത്തുള്ളി താല്പര്യമുള്ളവർക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ബോയിൽ ചെയ്ത് വെച്ച ഫ്രഞ്ച് ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രഞ്ച് ബീൻസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്രഞ്ച് ബീൻസിൻ്റെ എല്ലാ പീസസിലും ബട്ടറും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. താല്പര്യമുള്ളവർക്ക് ഇതിൽ എള്ളും ചേർത്ത് കൊടുക്കാം, സെസ്മേ സീഡ്സും ചേർത്ത് കൊടുക്കാം, അതും ഒരു ഫ്ലേവറാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ ബോയിൽഡ് ഫ്രഞ്ച് ബീൻസ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി, ഒരുപാട് നേരം ഇത് പാനിലിടേണ്ട കാര്യമില്ല. ഇളക്കിയെടുത്തിട്ട് നമുക്കിത് ചൂടാറുന്നതിന് മുമ്പേ തന്നെ ഇത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. Thank you.